സോ ഫ്രണ്ട്സ്, ഇതെൻ്റെ മലയാളം വ്ളോഗാണ്. രേഷ്മ സജിത് വ്ളോഗ് എൻ്റെ ഹിന്ദി വ്ളോഗാണ്. നിങ്ങൾക്ക് രണ്ട് ചാനലിലും വിസിറ്റ് ചെയ്യുക, എൻ്റെ കാര്യങ്ങൾ നോക്കുക. ഹിന്ദിയിൽ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിന്ദിയിൽ കേൾക്കാം. എല്ലാവർക്കും ഹിന്ദിയും മലയാളം രണ്ടും ഇഷ്ടമായിരിക്കും എന്ന് എനിക്കറിയാം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇതൊക്കെ ഓർണമെൻറ്റ്സ് ഞാൻ കൂടുതൽ അങ്ങനെ അത്ര അധികം ഓർണമെൻറ്റ്സ് വേണിക്കാറില്ല. പക്ഷേ അത് വേണിച്ചിട്ടുണ്ടായിനി. വേണിച്ചതെല്ലാം മുന്നത്തെല്ലാം മാറ്റി എല്ലാം കളഞ്ഞ് അപ്പം ബാഗിലിട്ടിട്ട് അതെല്ലാം പഴയത്. സോ ഫ്രണ്ട്സ്, ഇത് ഒരു മാലയാണ്. ഇത് ഏകദേശം ഒരു ഇങ്ങനെ ഹൽദിക്ക് ഇരുന്ന പോലെ തന്നെ ഒരു മാലയാണ് ഫ്രണ്ട്സ്. ഇത് നല്ല ഭംഗിയാണ്. എനിക്കിത് ഭയങ്കര ഒരു ക്രേസ് ഉണ്ടായിട്ട് ഞാനിത് വാങ്ങിയത്. ഇത് പല വിധത്തിലുള്ള കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ ഇട്ട ഭയങ്കര ഭംഗിയായി ഇത് കാണാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മൊത്തം ഒരു സെറ്റ് വരുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു അത്ര കോസ്റ്റ്ലി വരുന്നുണ്ട്. ഇത് ഒരു 400-500 റേറ്റിലായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയതാണ്. ഇതാ കൈക്ക് ഇടുന്ന ടൈപ്പ് ഒരു സെറ്റാണിത്. അപ്പോൾ ഇത് ഇങ്ങനെ ആക്ച്വലി ഇത് ഇങ്ങനെ ഇടേണ്ടതാണ്. ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ വരും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഓർണമെൻറ്റ്സ്. മീൻസ് ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ? ഇതിൻ്റെ മെറ്റീരിയൽ ഈ പൂ പറഞ്ഞ സംഭവം ഒരു സോൾ പോലെ തന്നെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഉണ്ടാക്കിയ പൂവായത്. അപ്പോൾ ഇതൊരു കാണാൻ ഇത് ഭയങ്കര സിമ്പിളാണ് ഇത് കാണാൻ, ഇതിൻ്റെ മെറ്റീരിയലൊക്കെ. പക്ഷെ ഇതിൻ്റെ റേറ്റ് ഇവർ 400-500 റേറ്റിൽ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറയുമോ അറിയില്ല. ഇത് ട്രെൻഡിലുണ്ടായിനി. ഇപ്പോൾ ആദ്യം ട്രെൻഡിൽ വരുമോ മീൻസ് ഇത് കല്യാണത്തിൽ ഒരു ഫങ്ഷൻ വരും, ഹൽദി എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലും എല്ലാവരും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ചില കൂട്ടറില്ല. നമ്മളെ സൈഡിൽ ഒരു കല്യാണം ആയാൽ കല്യാണം, പിന്നെ ഒരു എൻഗേജ്മെൻറ്റും ആയിട്ട് പിന്നെ തലേന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. സോ ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ്? ഇത് നല്ലൊരു ഇതിന് മോതിരമുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ യെല്ലോ കളർ ഞാൻ പ്രത്യേകിച്ച് എടുത്താണ്. ഹൽദി എന്ന് പറഞ്ഞ ഫങ്ഷന് ഫുൾ നമ്മൾ യെല്ലോ ഇടുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി യെല്ലോ കളർ. ഞാൻ ഹൽദിക്ക് വേണ്ടി മാത്രം ഇടാറില്ല. വെറുതെ പുറത്ത് പോകുമ്പോൾ ഞാൻ യെല്ലോ ഡ്രസ്സസ് ഇടും. അപ്പോൾ ഇങ്ങനെ ഒരു കൈക്ക് ഫുൾ സെറ്റ് ഇടാറില്ല, ഒരു കൈക്ക് ഇടും. അങ്ങനെ കുറച്ചിങ്ങനെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ട് നല്ല രസമായത്. ഇപ്പോൾ നമുക്ക് റീൽസ് എടുക്കാൻ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമായത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ വാങ്ങിച്ച് വെച്ചിന്. അപ്പോൾ 2 കൈക്ക് ഇടാനുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് സ്റ്റോക്ക് വെച്ചതാണ്. പിന്നെ ഇതാണ് കാതിലേൻ്റെ കാതിലും ഉണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ നെറ്റിപ്പട്ട. ഇത് നെറ്റിപ്പട്ട വെക്കുന്നുണ്ട്. ഇത് പിന്നെ ഇത് ഇപ്പോഴത്തെ കാതിൽ. ഇത് ഞാൻ 2-3 റീൽസിൽ ഞാനിത് യൂസ് ചെയ്യും. നോക്കാം, നിങ്ങളെല്ലാവരും എൻ്റെ റീൽസും അല്ല വീഡിയോസും ഉണ്ടാക്കും ഞാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് ഉണ്ടാക്കും സ്പെഷ്യലി. സോ ഇതാണ് വേറെ ഒരു മാല. ഇത് അപ്പോൾ ഇത് രണ്ടും ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കമൻറ്റിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടുന്ന കൂട്ടർ പർച്ചേസ് ചെയ്യാം. സോ ഇതിൻ്റെ ഉള്ളൊരു ഇതുണ്ട്.
പിന്നെ ഇതിൻ്റെ ഇത് വരുന്നത് വേറെ ഒരു മാല. അപ്പോൾ ഇത് മാല വാങ്ങിയിട്ട് ഞാൻ ഇട്ടിട്ടൊന്നുമില്ല, പക്ഷെ 2-3 കല്ല ഇതിൻ്റെ വീണിട്ടുണ്ട്. സാറില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ആയിട്ടുള്ള ഒരു നെറ്റിപ്പട്ട ഒക്കെ ഉണ്ട്, പിന്നെ കാതിലുണ്ട് ഇതിൻ്റെ ഇയറിങ്സ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടില്ല. ആക്ച്വലി പിന്നെ ഇത് ഞാൻ ചേഞ്ച് ചെയ്യല്ല. ആക്ച്വലി ഇത് എവറി ടൈം ഇട്ട് വെക്കില്ലാന്ന് ഈ കാതിൽ. അപ്പോൾ അത് ഒരു ഗോൾഡിൻ്റെയാണ്, അപ്പോൾ അത് വെക്കലില്ല. അപ്പോൾ വേറെ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചോക്കേഴ്സ് മാത്രം കാണിക്കാം. അപ്പോൾ ഇത് ഒരു ചോക്കറാണ്. ചോക്കറിൻ്റെ അകത്ത് ഇത് നമുക്ക് നോക്കാം. ഇതൊരു പിങ്ക് കളറിലെ ചോക്കറാണ്. ഓക്കെ, പിങ്ക് കളറിലെ ചോക്കർ. ഇനി ഒരു വൈറ്റ് കളറിലെ ചോക്കർ. ഇങ്ങനത്തെ നിങ്ങൾക്ക് ഗോൾഡൻ കളറോ സിൽവർ കളറിലോ അവൈലബിൾ ആണ്. ഇത് സെയിം സെറ്റ് അവൈലബിൾ ഉണ്ട്. അല്ല ഒറ്റ ചോക്കർ മാത്രം എടുക്കണമെങ്കിൽ അതും മാത്രമായിട്ട് അവൈലബിൾ, മീഷോയിലാണ് അവൈലബിൾ. പിന്നെ ഈ ചോക്കർ, പിങ്ക് ചോക്കറിൻ്റെ ഇയറിങ്. ബാക്കിയെല്ലാം ലോങ് മാലയാണ്, അത് ഞാൻ നിങ്ങൾക്ക് വയ്യ കാണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ചോക്കേഴ്സ്, ഈ ലോങ് മാല ഇടുന്നതിൻ്റെ വയ്യ ഇതായിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ തൽക്കാലം ഇത് വേറെ ഒരു ഇയറിങ് ഞാൻ മീഷോ തന്നെ എടുത്തതാണ്, നല്ലൊരു ഇയറിങ്. പിന്നെ ഇതൊരു ബ്ലൂ കളറിലെ ഇയറിങ്ങാണ്. ഇതൊക്കെ ഞാൻ കുറച്ചാക്കിയിട്ട് പാക്കറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് അതായത് ആദ്യം കുറച്ച് ചോക്കേഴ്സ് ഇടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാം ഇത് ഇനിയും ഉണ്ട് ഇത്രേ. അപ്പോൾ എല്ലാം ഒപ്പരം ഇട്ട് കഴിഞ്ഞിട്ട് വെച്ചിട്ട് അതിൻ്റെ അടുത്ത് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഇത്രയും കൺഫ്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ചെറിയ പാക്കറ്റിൽ അതും കുറച്ചെടുത്ത് മാറ്റി വെച്ച്. അപ്പോൾ ഇത് ഈ വീക്ക് അങ്ങനെ ഇട്ടാൽ ഈ വീക്കിൽ 1 അല്ല 2 മാറ്റി ഇട്ടാലും ഓക്കെയാണ്. അറ്റ്ലീസ്റ്റ് കുറച്ച്. പിന്നെ ബാക്കി ഇതെല്ലാം പിന്നെ അയച്ചിട്ട് അതിൻ്റെ പാക്കറ്റ് തന്നെ ഇട്ട് വെക്കുകയും വേണം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം, അല്ലെ അവിടെ തന്നെ വെച്ച് പോയാൽ പിന്നെ എന്താ ഇവരെ ആരും കണ്ടിട്ട് പറയും ഇതെല്ലാം എന്തെന്നാണ് ഇവിടെയെല്ലാം തുറന്നിട്ട് വെച്ച് ഡ്രസ്സിങ് ടേബിളിലൊക്കെ ഇത്. പിന്നെ അവരെടുത്തിട്ട് ഒരു സൈഡിലിടുമ്പോൾ അതിൻ്റെ കല്ലൊക്കെ വീണ് പൊട്ടി അതെല്ലാം പോവും, പുതിയ ഐറ്റംസൊക്കെ. ഇപ്പം തന്നെ ഞാനിത് എൻ്റെ ബോക്സിൻ്റെ അകത്ത് വെക്കാൻ പോകുന്നതാണ്. ഒരു ലിപ്സ്റ്റിക് ഞാൻ എമർജൻസിക്ക് ഇവിടെ അപ്പം കിട്ടും. ഇത് ഇടാണ്ട് നമ്മളൊരു ബാൽക്കണിയാണ്, ഒരു ഹാൾ പോലെയാണ്. പക്ഷെ ഭയങ്കര ഓപ്പണായത് ടെറസും ഇത് ബാൽക്കണി ആയിരുന്നു. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മേലെ ഷിഫ്റ്റ് ആയാലും ഇത് എന്താ പറയണ്ട, ഒരു ഗസ്റ്റ് റൂമോ ആയിട്ട്. പിന്നെ നമ്മൾ ചായ എപ്പോൾ ഇവിടുന്ന് കുടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരുന്നാൽ പിന്നെ എമർജൻസി ആ സമയത്ത് റീലെടുക്കുമ്പോൾ ഞാനിത് യൂസ് ചെയ്യും. എൻ്റെ 2 സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ചില സമയം ടൈമില്ലാണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കിച്ചണിലെ വർക്കെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തോ ചെറിയൊരു ഇതാണ്, ലിപ് ബാമാണ്. പക്ഷെ പിങ്ക് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 2 ഞാൻ ഇവിടെ വെക്കാറുണ്ട്. ഇതൊരു നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് മോട്ടിമീൻ്റെയാണ്, കമ്പനീൻ്റെയാണ്. ഇത് പുതിയതാണ്, ഞാനിപ്പോൾ ഇതിനടുത്ത് റീസെൻ്റ്ലി എടുത്തതാണ്. അപ്പോൾ ഇത് 2 ഞാനിവിടെ വെക്കലുണ്ട്. ബാക്കി ഷെയ്ഡെല്ലാം നോക്കിയിട്ട് ഇട്ടിട്ട് ചെയ്യാറാണ്. അപ്പം മിക്കവാറും അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ തീരെ ടൈമില്ലെങ്കിൽ റീൽസിനെ കുറച്ച് അത്യാവശ്യമായിട്ട് റീൽസ് ഇടേണ്ട. ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും 3 ഇടുന്നുണ്ട്.
അപ്പോൾ കുറേൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് എല്ലാം മാറ്റി വെക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അപ്പം തന്നെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ എല്ലാം റെഡിയാക്കണം. പിന്നെ രാത്രിയും അങ്ങനെ തന്നെ. രാത്രി ഒരു 8 o'clock ആകുമ്പോൾ കസിന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ 8 o'clock മുന്നേ ആകുമ്പോൾ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് വേറെയും ഇന്നത്തെ എഡിറ്റിങ്ങിൻ്റെ പണി ഉണ്ടാവും, വീഡിയോസ് എടുക്കുന്നതിൻ്റെ. പിന്നെ അത് 8 o'clock അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്കും ട്രൈ ചെയ്യാം, നിങ്ങൾക്ക് എന്നെ പോലെ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ മേക്കപ്പ് കാര്യങ്ങൾ കൂടുതലുണ്ടോ? അപ്പോൾ ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ മേക്കപ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ചിലപ്പോൾ സിമ്പിൾ ഒരു പൊട്ടും സിന്ദൂറൊക്കെ വെച്ചിട്ട് താലി മാത്രം ഇട്ട് ചില സമയം. അപ്പോൾ പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടാവില്ല. അപ്പോൾ കുക്കർ കിച്ചണിലെ യൂട്ടൻസിൽസ് അതെല്ലാം ഒക്കെ വാങ്ങും. അപ്പോൾ അതിനെ പറ്റി ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ചില റെസിപ്പീസ് എല്ലാം ഉണ്ടാക്കുമ്പം റെസിപ്പീസ് ഉണ്ടാക്കലെന്ന് പറഞ്ഞാൽ ഹിന്ദി ചാനലിൽ കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മലയാളം ചാനലിലെ റെസിപ്പീസ് എന്നാ ഇടേണ്ടത്? ഹിന്ദി ചാനലിൽ പിന്നെ കേരള ഐറ്റമാണെന്ന് പറഞ്ഞിട്ട് ഞാനിടും. പക്ഷേ മലയാളം വീഡിയോസിൽ എല്ലാ കറി വെക്കുന്നത് എല്ലാവരും വെക്കുന്ന ടൈപ്പിൽ ഒരേ കറി, ഒരു പരിപ്പ്, പിന്നെ നമ്മൾ മോരിട്ടിട്ട് വെക്കുന്ന കറി, അതൊക്കെയാണ് ഞാൻ വെക്കുന്നത്. നോർമൽ ആയിട്ടുള്ള കറികളൊക്കെ. അപ്പോൾ അതെന്നാണ് സ്പെഷ്യലായിട്ട് എല്ലാവരും ഒരേ വരുന്നില്ല ഒരു ഡൗട്ടിൽ ഞാനിടുന്നത്. അപ്പം ഞാൻ വേറെ ഒരു സ്ട്രീമിൽ ഞാൻ ലോങ് വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് വിടും. പിന്നെ റെസിപ്പീസ് ഇടും, മലയാളത്തിൽ ഇടും. കുറച്ച് ഡിഫറെൻറ്റ് സ്നാക്സ് കാര്യങ്ങൾ ഇടാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോടെ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. സോ ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രണ്ട്സ്. ആൻഡ് ഓൾ ഓഫ് യു പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഫ്രണ്ട്സ്, ഇതാണ് ഒരു ബിഗ് ഷോപ്പറിൽ ഞാനൊക്കെ വെക്കുന്ന സാധനം. പിന്നെ ഇതൊരു വേറെ ഒരു ബാഗാണ്. സോ ഇത്ര പാടില്ലോണ്ടാണ് ഞാനൊരു ചെറിയ പാക്കറ്റിൽ ഇപ്പോൾ ഞാൻ പാക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാഗുണ്ട്. പിന്നെ ഈ ക്രീമാണ് ഞാൻ ചില സമയം യൂസ് ചെയ്യാറ്. മേക്കപ്പും ഇത് മറ്റേ മേക്കപ്പ് ഉണ്ട്, വേറെ ഫൗണ്ടേഷനിലൊക്കെ കൂടിയില്ല. Then friends, bye again.